അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ള നോക്കാം. നമുക്ക് ഒരു 1/4 കിലോ ബോൺലെസ് ചിക്കൻ, അതിനൊരു 10-20 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതും, അതായത് ഒരു 1.5 ഗ്ലാസ് തേങ്ങ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും നല്ല നാടൻ രീതിയിൽ. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, അത് ബോൺലെസ് ചിക്കൻ ആയിരുന്നാൽ നമുക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുക്കറി വെച്ച് നമ്മൾ വേവിച്ച് ഇതേപോലെ എടുക്കുക. അപ്പോൾ കുക്കറി വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാനിലോട്ട് ഒരു 2-3 സ്പൂൺ, അതായത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ട് ആ കടുക് നന്നായിട്ട് പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കരിവേപ്പില, അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇത് ഈക്വൽ പ്രൊപ്പോർഷനിൽ കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് ഞാൻ ഇഞ്ചി 2ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും, അതായത് ചതച്ചതാണ്. ഓക്കെ, ചതച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. കാരണം നമ്മൾ ഈ തോരൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടാനായിട്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ എടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല സ്മെല്ല് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സവാള ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ തോരന് ഈ ഒരു ടേസ്റ്റ് ഉറപ്പായിട്ടും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പീസാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ചെറിയ ഉള്ളിക്ക് മാത്രം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി,
അപ്പോൾ ഈക്വൽ പ്രൊപ്പോർഷനിലായി അതായത് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിടുന്നത്. കാരണം നമ്മൾ ചിക്കൻ തോരനിന് ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടുകയും മതി. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എന്തായാലും നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഈ തേങ്ങ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു ഗ്രൈൻഡ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്താൽ, നമ്മൾ അതുപോലെ ആഡ് ചെയ്യുന്നതിനേക്കാളും ജസ്റ്റ് കൈ വെച്ചിട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് വെച്ചേക്കുക. കാരണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയും എല്ലാം നമ്മുടെ തെങ്ങിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കുള്ളൂ. ശരിക്കും ഇത് എത്രത്തോളം നമ്മൾ സ്ലോ കുക്ക് ചെയ്യുന്നു അത്രത്തോളം ഈ ചിക്കൻ തോരന് നമുക്ക് ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് അല്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിക്കൻ തോരന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല, ഇതൊരു ജസ്റ്റ് നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇനി ഇത് പുതിയൊരു ഡിഷുമായിട്ട് വരുന്നവരെ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.